ഹായ് നമസ്കാരം, ഞാൻ ഷീവ. അപ്പം ഇന്ന് ഒന്ന് സൺഡേ ആയതുകൊണ്ടൊന്ന് പുറത്തേക്ക് പോകാൻ കരുതി. രാവിലെ എണീറ്റ് അറിയാട്ടോ. അപ്പം ഞാൻ പോകുന്ന ക്യൂൻസ് വേയിലൂടെ കേട്ടോ. അടിപൊളി സ്ഥലം, നമുക്ക് കാണാനും നടക്കാനും. കൊച്ചി കാണാൻ വന്ന ക്യൂൻസ് വേ കാണാതെ ആരും പോകരുത് കേട്ടോ. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കുറച്ച് സമയം ഒന്ന് പോയാൽ മതി. ഞങ്ങൾ കുറേ ദിവസമായിരുന്നു പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ ഒന്ന് ചുമ്മാ ഇറങ്ങിയത് മാത്രം. ഓക്കെ, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ. വന്ന് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കുറേ ഫോട്ടോസും വീഡിയോസും. വൈകിട്ട് വന്നാലും അടിപൊളിയാണ്. കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ച് സംസാരിച്ചു നോക്കാം. അങ്ങനെ ഞങ്ങൾ നടന്നു. കുറേ ചെടികളും പൂക്കളും പ്രാവിനെയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കിട്ടുന്ന ഒരു നിമിഷങ്ങളുള്ള ഒന്നാണ്. പക്ഷേ നമുക്ക് തരുന്ന പോസിറ്റീവ് എനർജി അത് വലുത് തന്നെയാണ് കേട്ടോ. നമ്മളൊന്ന് ഫ്രീ ആയിട്ട് നടക്കുക, കുട്ടികളൊന്നും ആരുമില്ല, വേറൊരു കാര്യങ്ങൾ ചിന്തിക്കാതെ നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രത്യേകതയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ദോശയും സാമ്പാറും ആയിരുന്നു. ചട്നി ഇപ്പോൾ തേങ്ങയുടെ കാര്യം നമുക്ക് ചിന്തിക്കാനേ പറ്റാത്തതുകൊണ്ട് നമ്മുടെ തക്കാളി വാട്ടിയതും സവാളയും കൂടി വാട്ടുക, കുറച്ച് ഉലുവ പൊട്ടിച്ചിടുക, മിക്സിയിലിട്ട് കറക്കിയെടുക്കുക, ചട്നി റെഡിയായി. അല്ലാണ്ട് നിവർത്തിയില്ല. അപ്പൊ സ്കോട്ട്ലൻഡിൽ ഇന്ന് ഫുട്ബോൾ മാച്ച് ഉണ്ടായി. പക്ഷെ അതേ മഴക്കാർ വരുന്നുണ്ട്. എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ മഴക്കാർ വരും, മഴ പൊടിയും ചളവും. അതാണ് പരിപാടി. പിന്നെ എൻ്റെ അടീനിയൊക്കെ മുട്ടച്ചിയാക്കാനുള്ള ദിവസമാണ് ഇന്ന്. എല്ലാത്തിനെയും കട്ട് ചെയ്ത് നല്ല മുട്ട അടിച്ച് നിർത്തണ പോലെ നിർത്തണം. കാരണം എന്നാലേ ഓഗസ്റ്റിൽ നമുക്കത് ഫ്ലവർ ചെയ്യുള്ളൂ. കാരണം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെടിപ്രേമി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാവും. പക്ഷെ ആ വിഷമത്തിന് അവർ തന്നെ ഓഗസ്റ്റ് ആകുമ്പോൾ നല്ല ഫ്ലവർ നമുക്ക് തന്നെ സമ്മാനിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ ഹോയ പ്ലാന്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്യണത് കഴിഞ്ഞ ദിവസമാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ബാക്കിയുള്ള ഇലകളും ചെടികളുടെ എല്ലാം കട്ട് ചെയ്ത് മാറ്റാനുണ്ടായി. ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ 2-3 മാസത്തിന് മുൻപേ അഡീനിയം പ്ലാന്റ് കട്ട് ചെയ്തതിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു വലിയ പോട്ടിലേക്ക് നട്ട് സെറ്റ് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ചെയ്തു. ഇപ്പം കട്ട് ചെയ്തതൊക്കെ എല്ലായിടത്തും ഒരു പോട്ടിൽ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം നട്ട പ്ലാന്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ മഴയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവർ സെറ്റായി വരും. അപ്പോൾ അങ്ങനെ അവരൊന്ന് ഉറപ്പിച്ചൊക്കെ നിർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ കട്ട് ചെയ്ത പ്ലാന്റിൽ നമ്മൾ ഒന്ന് തണലത്തേക്ക് മാറ്റി, മഴ കൊള്ളാത്ത വിധത്തിലേക്ക് മാറ്റി വെച്ചു. പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് അവന് സെറ്റാക്കിയിട്ടുണ്ട്. ഈ പ്രാവശ്യം അതിനകത്തൊരു സീഡുണ്ട് കേട്ടോ. എപ്പോഴും ഞാനങ്ങനെ സീഡ് പൊട്ടിച്ച് കളയുക ചെയ്യുക. അപ്പോൾ ചെയ്ത പണിയൊക്കെ നല്ല നീറ്റായി. അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു വലിയൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. ഈ പ്ലാന്റ് വെക്കുന്ന സ്റ്റാൻഡ് ഞാൻ വെറുതെ PVC പൈപ്പിൽ ചെയ്തെടുത്താണ് കേട്ടോ. സ്ക്രൂ ചെയ്തിട്ട് കുറേ പ്ലാന്റ്സ് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് സിറ്റ് ഔട്ടിൽ വെക്കാൻ പറ്റും. രാത്രി ആയപ്പോൾ എനിക്ക് കുറച്ച് ചുരിദാറും ടോപ്പും ഒക്കെ കട്ട് ചെയ്യാനുണ്ടായി. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി